ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. സ്വാമി ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാണോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഈ മല കയറാന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അടുത്ത കാൽപാദം ചവിട്ടുന്ന മണ്ണിന് ഉറപ്പുണ്ടോന്ന് നമുക്കറിയില്ലല്ലോ. താഴേക്ക് പോയ ശ്വാസം മുകളിലേക്ക് വരുമോ എന്ന് നമുക്കറിയില്ല. ഒന്നിനും ഒരു ഉറപ്പുമില്ല കുട്ടി. സ്ത്രീകളാരും ഈ മല കയറാൻ വരാറില്ലല്ലോ സ്വാമി. പണ്ട് കയറാൻ വന്ന സ്ത്രീകളെ കാട്ടുകൊള്ളക്കാർ ഉപദ്രവിച്ചതായി കേട്ടിട്ടുണ്ട്. അവന്മാരൊക്കെ ഇപ്പോഴും ഈ കാട്ടിൽ തന്നെ ഉണ്ട്. നമസ്കാരം സ്വാമി. ഓം നമ ശിവായ. എവിടുന്നാ വരുന്നേ? കുറച്ച് ദൂരേന്നാ. ഇവരും മല കയറാൻ വന്നതാണോ? അതെ സ്വാമി. സാധാരണ സ്ത്രീകളാരും മല കയറാൻ വരാറില്ല. കയറാൻ പറ്റാത്തത് കൊണ്ടല്ല, അപകടം നിറഞ്ഞ സ്ഥലമാണിത്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. 2 ദിവസം മുമ്പ് ഒരു ഫോറസ്റ്റ് ഗാർഡിനെ ആന ചവിട്ടിക്കൊന്നു. ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, മുന്നോട്ട് പോകുമ്പോ വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ മല കയറി നേർച്ചയും വഴിപാടും ഒക്കെ കഴിക്കണം സ്വാമി. ഇല്ലെങ്കിൽ പിന്നെ ഇനി 5 വർഷം കാത്തിരിക്കണ്ടേ. ആ മഹാദേവൻ വിളിക്കാതെ ആർക്കും ഇവിടെ വരാൻ സാധിക്കില്ല. എത്രയോ വർഷങ്ങളായി ഞാനിവിടെ സ്ഥിരം വരുന്നു. ആദ്യമൊക്കെ സ്ത്രീകളിൽ ചിലർ വന്നിരുന്നു. അവരിൽ പലരും അപകടത്തിൽപ്പെട്ടു, ചിലർ മരണപ്പെട്ടു. പിന്നീട് സ്ത്രീകളാരും വരാതായി. സ്വാമി ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാണോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഈ മല കയറാന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അടുത്ത കാൽപാദം ചവിട്ടുന്ന മണ്ണിന് ഉറപ്പുണ്ടോന്ന് നമുക്കറിയില്ലല്ലോ. താഴേക്ക് പോയ ശ്വാസം മുകളിലേക്ക് വരുമോ എന്ന് നമുക്കറിയില്ല. ഒന്നിനും ഒരു ഉറപ്പുമില്ല കുട്ടി. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മല കയറാം. ഒരു കാര്യം ചെയ്യാം, ഇവനെ നിങ്ങൾക്ക് കൂടെ കൂട്ടാം. ഈ കാട്ടിൽ ഇവനറിയാത്ത വഴികളില്ല. ഇവൻ നിങ്ങൾക്കൊരു സഹായമായിരിക്കും. മോനെ, ഇവരുടെ കൂടെ ചെല്ല. ശരി സ്വാമി. മല കയറുമ്പോ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, അശുഭചിന്തകളൊന്നും പാടില്ല. സ്വാമി മല കയറുന്നില്ലേ? കയറണം, പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. നിങ്ങൾ കയറിക്കോളൂ. മോനെ, നീ ഇവരുടെ കൂടെ മുകളിൽ ചെന്ന ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ശരി സ്വാമി. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ആഗ്രഹിച്ചു വന്ന കാര്യങ്ങളെല്ലാം നടക്കും. ഭക്തിയോടെ മല കയറിക്കോളൂ. ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും. ശരി സ്വാമി. സച്ചിട്ടാ പോവാം. വാ.
അവര് പോകുന്നത് നേരായ വഴിയിലൂടെ അല്ലല്ലോ. എന്തിനായിരിക്കും ആ വഴി പോകുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹലോ സുബ്രഹ്മണ്യ, എന്താടോ അവിടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സുരേന്ദ്രനും ടീമും അവിടെ ഉണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ മതി. സ്ത്രീകളോ? ആ ശരി, അവരെത്ര പേരുണ്ട്? ഓഹോ, താനൊരു കാര്യം ചെയ്യ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്ക്. എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. എന്താ? ആരാ വിളിച്ചത്? അടിവാരത്തുനിന്ന് പൂക്കാരൻ സുബ്രഹ്മണ്യനാ വിളിച്ചത്. ഒരു കുഴപ്പമുണ്ട് തിരുമേനി. എന്താ? മല കയറാൻ 2 സ്ത്രീകൾ എത്തിയിട്ടുണ്ട്. സ്ത്രീകളോ? സംഗതി കുഴപ്പത്തിലായല്ലോ പ്രസിഡന്റ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? കഴിഞ്ഞ കുറെ നാളുകൾക്കിടയിൽ ആദ്യമായാണ് സ്ത്രീകൾ ആരെങ്കിലും മല കയറാൻ വരുന്നത്. എന്ന് കരുതി നമുക്കവരെ നിഷേധിക്കാൻ പറ്റോ? അവർക്ക് കയറാൻ പറ്റാത്ത ഇടമൊന്നുമല്ലല്ലോ ഇത്. തിരുമേനി എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായി ആനക്കൂട്ടം കാടിറങ്ങി കാട്ടിക്കൂട്ടിയത് തിരുമേനിക്ക് അറിയില്ലേ? ആനച്ചാലിനടുത്തുകൂടിയ മുകളിലേക്കുള്ള വഴി. അതൊക്കെ ഭഗവാൻ കാത്തോളും. നിയോഗമുള്ളവർ മലകേറി വരും, ഇല്ലാത്തവർ പാതി വഴിയിൽ വീണുപോകും. ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം. പേടിക്കേണ്ട പ്രസിഡന്റ്, ഭക്തരെ കാക്കുന്നത് നമ്മുടെ ജോലിയല്ല, അത് ഭഗവാന്റെ കടമയാണ്. തിരുമേനി പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ആ ഫോറസ്റ്റ് ഗാർഡിനെ കാട്ടാന ചവിട്ടിക്കൊന്നിട്ട് എത്ര ദിവസമായി? 2 or 3? അതിനി ആവർത്തിക്കണോ തിരുമേനി? എന്തെങ്കിലും കഠിനമായ വഴിപാടുകൾ നടത്താനല്ലാതെ സ്ത്രീകൾ ആരും മലകേറി വരാറില്ല. ഭഗവാൻ തന്നെ അവരെ കാത്തോളും. ശിവ ശിവ. അച്ഛനെന്താ ഈ സമയത്ത് പൂജാമുറിയില്? മോളെ, അവര് തിരിച്ചു വരുന്നവരെ ഞാനിവിടെ പ്രാർത്ഥനയിലിരിക്കാൻ പോവാ. ഇന്നെനിക്ക് ഒരിക്കലാ. അരിയാഹാരം ഒരു നേരം മാത്രം മതി. കൊള്ളാം, നല്ല കാര്യമായി. അച്ഛൻ ഒരിക്കലും എടുക്കാനോ? എന്തൊക്കെ മരുന്ന് അച്ഛന് കഴിക്കാനുണ്ട്? അതെങ്കിലും അച്ഛന് ഓർമ്മയുണ്ടോ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ?